എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്ന വീഡിയോ ലാൻഡ് ഡെവലപ്മെൻറ്റ് പെർമിറ്റ്, അതായത് 1.5 മീറ്ററിൽ കൂടുതൽ എർത്ത് കട്ടിങ് വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് പെർമിറ്റിന് വേണ്ടി ഡ്രോയിങ് തയ്യാറാക്കേണ്ടത് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. അത് ചില സാങ്കേതിക കാരണങ്ങൾ കാരണം ഞാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്, പലർക്കും ഈ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ യൂണിറ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 2 ഫ്ലോറുകളിലായിട്ട് 8 യൂണിറ്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മാർക്ക് ചെയ്യുന്ന സമയത്ത് 4 യൂണിറ്റ് മാത്രമേ റീഡിങ്ങിൽ വരുന്നുള്ളൂ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പോൾ അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടും പലർക്കും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ഞാനതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം എന്ന് കരുതിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഒരു മൾട്ടിപ്പിൾ ഓക്യുപ്പൻസി വരുന്ന ബിൽഡിംഗ് ആണ്. കൊമേഴ്ഷ്യൽ ഏരിയ, അതുപോലെ ഇൻസൈഡ് പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ. ബാക്കി ഫസ്റ്റിൽ 3 യൂണിറ്റ് അപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, സെക്കൻഡിലും അതുപോലെ തന്നെ. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇന്ന് ഇത് ഞാൻ ചെയ്യുന്നത് യൂണിറ്റുകൾ മാർക്ക് ചെയ്യേണ്ട ആ ഒരു രീതി മാത്രമേ ഇന്ന് വീഡിയോയിൽ പറയുന്നുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ മൾട്ടിപ്പിൾ ഓക്യുപ്പൻസി വരുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ള ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ തന്നെ ഫുൾ വീഡിയോ ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ സെർച്ച് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട, നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിതിൽ ഓൾറെഡി യൂണിറ്റിൻ്റെ ലൈനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് തൽക്കാലം നിങ്ങൾക്ക് ആദ്യം മുതൽ പറഞ്ഞു തരാൻ വേണ്ടി ഞാനൊന്ന് ലെയർ മാറ്റി വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ 3 യൂണിറ്റും കാണിച്ചിട്ടുള്ള ആ ഒരു ലൈനിനെ ലെയറൊക്കെ മാറ്റി കേസ്മാർട്ട് എന്ന് പറഞ്ഞ ഒരു ലെയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് മാച്ച് ചെയ്ത് കാണിക്കുന്നത്. ഗ്രൗണ്ട് കൊമേഴ്ഷ്യലാണെന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ അപ്പാർട്ട്മെൻറ്റുകൾക്കായിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻ ഇവിടെ കാണാം. അവിടെ കണ്ടോ, A1 റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ ഫ്ലോർ ഏരിയ ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് അത് ക്ലോസ്ഡ് പോളിഗൺ ഉപയോഗിച്ച് വരയ്ക്കേണ്ടതാണ്. നമുക്ക് ഒരു ബ്ലോക്കേ വരുന്നുള്ളൂ. ഒരു ബ്ലോക്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ 3 യൂണിറ്റും സെക്കൻഡ് ഫ്ലോറിൽ 3 യൂണിറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ 1, 2, 3 യൂണിറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആ ഒരു യൂണിറ്റിൻ്റെ ലൈന് 1ാമത്തെ യൂണിറ്റ് മാച്ച് ചെയ്ത് കൊടുക്കുക. 2 ചെയ്യുക, 3 മാച്ച് ചെയ്യുക. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ടോട്ടൽ ബിൽഡപ്പ് ഏരിയ ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു 3 യൂണിറ്റും കൂടി ഉൾപ്പെട്ട് വരാന്ത അടക്കം വരച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിനെ ഒന്നുകിൽ ഇവിടെ വരുന്ന വാൾ തിക്നെസ് ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 2നെയും കൂടി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. കാരണം ഇതിൻ്റെ ഈ ഒരു ടോട്ടൽ ഏരിയ കൃത്യമായിട്ട് വരണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഡിഡക്ഷനൊക്കെ ഉണ്ടെങ്കിൽ, സിറ്റ് ഔട്ട്, ഓപ്പൺ ബാൽക്കണി ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ സെപ്പറേറ്റ് ഒരു ലെയർ കാണാം. ഫ്ലോർ ഏരിയയ്ക്ക് വേണ്ടി ആ ഭാഗം ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ ഇതിലങ്ങനെ ഓപ്പൺ ബാൽക്കണി വരാന്തൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ വരയ്ക്കുന്നില്ല. ഇത് പിന്നെ കോമൺ ഏരിയയിൽ ഉൾപ്പെട്ട ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ബിൽട്ടപ്പ് ഏരിയ ലൈൻ വരയ്ക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഓരോ യൂണിറ്റ് മാർക്ക് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ 3 മാർക്ക് ചെയ്തു, മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഫ്ലോറിൽ ചെയ്യുമ്പോൾ ഏതാ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫ്ലോറിൽ 1, 2, 3, സെക്കൻഡ് ഫ്ലോറിൽ 3 യൂണിറ്റാണ് വരുന്നത്. അപ്പോൾ ഈ 1, 2, 3 ഇതാണോ ചെയ്യേണ്ടത്? ഇത് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് 3 യൂണിറ്റ് മാത്രം റീഡിങ്ങിൽ വരുന്നത് കേട്ടോ. ഇത് അല്ല മാച്ച് ചെയ്യേണ്ടത്. നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ ഒരു എളുപ്പവഴി കാണിച്ചു തരാം. കൺട്രോൾ പ്രസ് ചെയ്ത് ഈ 3 സെലക്ഷൻ ഒന്ന് ഒഴിവാക്കി എറേസ് ചെയ്തു. ജസ്റ്റ് ഒന്ന് പർജ് ചെയ്യാം.
വർജോൾ കൊടുത്തു, ക്ലോസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ ലെയേഴ്സിൽ ചെക്ക് ചെയ്താൽ കാണാം ബ്ലോക്ക് 1 ഫ്ലോർ 2ൻ്റെ യൂണിറ്റ് FA1, യൂണിറ്റ് FA2, യൂണിറ്റ് FA3 വന്ന് കിടക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇവിടെ ലെയർ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഇതിനെ തൽക്കാലം ഒന്ന് റീനെയിം ചെയ്യാം. അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ 3 യൂണിറ്റാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഫ്ലോറിൽ അത് ചെയ്യുമ്പോൾ 4, 5, 6 ആയിട്ട് വേണം വരാൻ. 4, 5, 6 ഈ രീതിയിലാണ് വരേണ്ടത്. അപ്പോൾ ഈ ലെയറിനെ നമ്മൾ റീനെയിം ചെയ്തിട്ടുണ്ട്. ഇതിനൊന്ന് നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. നാല്, 5, 6 ഇത് സെലക്ട് ചെയ്ത് നോക്കിയാൽ കാണാം കേട്ടോ. യൂണിറ്റ് FA4, 5, 6 ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിനൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ പഴയ പോലെ ആക്കിയിട്ട് അതിലും ഇതിലും വരുന്ന വ്യത്യാസം പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ഇവിടെ യൂണിറ്റിൻ്റെ എണ്ണം കാണിച്ചത് കണ്ടോ. ടോട്ടൽ യൂണിറ്റ്സ് നമ്പേഴ്സ് 6 ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എബോവ് 75 m², അപ് ടു 185. ഏരിയ കുറച്ച് കൂടുതലാണ് ഓരോ യൂണിറ്റിൻ്റെ. അപ്പോൾ അത് കൃത്യമായിട്ട് അവിടെ 6 എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം ചെയ്തു വെച്ച ഡ്രോയിങ് ഞാൻ Ctrl Z അടിച്ചിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിൻ്റെ ലെയറിന് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള വ്യത്യാസം കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് 4, 5, 6 ആണ് കേട്ടോ. ഇവിടെ 1, 2, 3. ഓക്കെ, 1, 2, 3 കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൽ കണ്ടോ യൂണിറ്റിൻ്റെ നമ്പേഴ്സ് കാണിക്കുന്നത് 3 ആയിട്ടാണ്. പക്ഷേ ഇവിടെ പാർക്കിങ്ങിൻ്റെ കാൽക്കുലേഷനൊക്കെ നോക്കുമ്പോൾ അവിടെ ടോട്ടൽ യൂണിറ്റിൻ്റെ നമ്പേഴ്സ് 6 ആയിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടായിരിക്കുക. കണ്ടോ, പക്ഷേ ഇവിടെ 3 ആയിട്ടേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഈ ചെയ്ത രീതി തെറ്റായത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനിയെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇപ്പോൾ 3 യൂണിറ്റ് വരുന്നത് അല്ലെങ്കിൽ 2 യൂണിറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫ്ലോറിലേക്ക് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത നമ്പറിൻ്റെ അടുത്ത നമ്പറിലേക്കാണ് കിടക്കേണ്ടത്. 1, 2 അടുത്ത ഫ്ലോറിൽ 3, 4 വെച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള എറേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന വീഡിയോ ഇപ്പോൾ ഇതുപോലുള്ള എറേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം നമുക്ക് മതി. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോ നമുക്ക് ചെയ്യാം. എന്തായാലും അടുത്തത് ഈ മൾട്ടിപ്പിൾ ഒക്യുപ്പൻസി ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിരിക്കും അടുത്തതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
എർത്ത് കട്ടിങ്ങിൻ്റെ വീഡിയോ വൈകാതെ വരും. ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞു, ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. എന്തായാലും വൈകാതെ അതും ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.